ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നാളത്തെ മഴതോരും മുമ്പ് പരമ്പരയിലെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ടൊന്ന് പോയാലോ. അങ്ങനെ നമ്മുടെ വൈജയന്തിക്ക് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോവാണ്. കാരണം ബാലചന്ദ്രൻ തന്റെ മുഖത്ത് നോക്കി എന്റെ മനസ്സിൽ പോലും ഞാൻ നിന്നെ ഒന്ന് ഒരു എന്താ പറയണ, നിന്നെ മനസ്സിൽ പോലും ഞാനൊന്ന് ചിന്തിക്കുകയോ കരുതിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. നീ എന്ത് പറയണ കേൾക്കണോന്നാ നീ പറയണേ? എനിക്ക് നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, പറയേണ്ട യാതൊരു കാര്യമില്ല, നീ എന്റെ ആരുമല്ല എന്നൊക്കെ മുഖത്തടിച്ചെണക്ക് ബാലചന്ദ്രൻ അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴേ വൈജയന്തിക്ക് അതൊരു വല്ലാത്ത അടി തന്നെ ആവാണ്. കാരണം എത്രയാണെങ്കിലും ഞാൻ ബാലചന്ദ്രന്റെ ഭാര്യയല്ലേ. കാരണം വൈജയന്തിക്ക് അത് ചിന്തിച്ച് ചിന്തിച്ച് ഒരു വിഷമായി പോണ്. 3 മക്കളുടെ അമ്മയാണ്. എന്നോട് ഇത്ര മാത്രം വെറുപ്പ് വരാൻ എന്താണ് ബാലചന്ദ്രന് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവല്ല. അങ്ങനെ പലത് ചിന്തിച്ച് ഇങ്ങനെ കിടക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ചെന്നിട്ട് ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്, അപ്പയ്ക്ക് ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അച്ഛൻ അത്രയും ഇതായിട്ടൊക്കെ സംസാരിച്ചപ്പോ അമ്മയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി പോയെന്ന് തോന്നുന്നു. ആളെ മുഖമൊക്കെ ഒന്ന് മാറി, കണ്ണൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, അമ്മ സ്വയം വടി കൊടുത്ത് അടി വാങ്ങിയതല്ലേ, വെറുതെ എന്തിനാ അച്ഛനെ ചൊറിയാൻ പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അമ്മയ്ക്ക്? നമ്മളൊന്ന് അച്ഛന്റെ കൂടെ പുറത്തു പോയതിന് അമ്മ ഇതിന് മാത്രം കിടന്ന് ആടുന്ന എന്തിനാ? അമ്മയ്ക്ക് ഇത് മൊത്തം അലീന ചേച്ചിയുടെ കൂടെയുള്ള ദേഷ്യമാണ് നമ്മളോട് മൊത്തം കാണിക്കുന്നത്. കാരണം അലീന ചേച്ചി നമ്മളെ എന്തെങ്കിലും നല്ലത് പറഞ്ഞു എന്നും അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോണത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. കാരണം അലീനയെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അലീന പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച് എന്റെ മക്കള് പോകരുത് എന്നുള്ളതാണ് അമ്മയ്ക്കുള്ള ഒരു വാശി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അച്ഛൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കൃഷ്ണമോള് പറയണ, ഇനി നമ്മളായിട്ട് ഭവിതേച്ചി, ഇനിയിപ്പോ നമ്മളായിട്ട് അമ്മയുടെ രീതിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മളായിട്ട് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട. അലീന ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അമ്മയുടെ ഒപ്പം മത്സരിക്കാനായിട്ട് നിൽക്കണ്ടെന്നല്ലേ. ഭവിത പറഞ്ഞു, ഞാൻ ഇനി ഒന്നിനും പോണില്ല. അമ്മ അടുക്കള ഭരിക്കോ വേലക്കാരിയെ കൊണ്ട് എന്തുണ്ടാക്കിയാലും എന്താന്ന് വെച്ചാൽ ചെയ്യുക, ഞാനായിട്ട് ഇനി ഒന്നിനും പോകുന്നില്ല എന്ന് ബബിതയും പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഇരിക്കണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മുടെ വൈജയന്തി ഇനി പതുക്കെ ബാങ്കിലൊക്കെ ഒന്ന് പോയി ഒന്ന് പതുക്കെ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ്. ഇത്രയും നാള് ലീവും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. അപ്പൊ ഇനിയിപ്പോ ഒന്ന് പോയി നോക്കാന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ അന്നേ ദിവസം നമ്മുടെ സർവന്റ് വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. കാരണം അവള് വരാന്ന് പറഞ്ഞതാണ് സുനിത, പക്ഷെ എന്തോ കാണാനുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യണേ? ഇന്നിപ്പോ ജോലിക്കും പോണം. അപ്പൊ എന്താ ചെയ്യാ? അവളുമാരാണെങ്കിൽ രണ്ടവളുമാരും വരുന്നതുമില്ല. അങ്ങനെ അടുക്കളയിലോട്ട് കയറാണ്. പറ്റുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും നേരായിട്ട് ഒരെണ്ണം പോലും തിരിഞ്ഞു പോലും നോക്കല്ല. അങ്ങനെ നമ്മുടെ വൈജയന്തി പതുക്കെ നേരെ ബബിതയുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പൊ ബബിത അവിടെ ബുക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ബബിതയ്ക്ക് മനസ്സിലായി ഇന്ന് അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്കുള്ള പണിയാണ് മിക്കവാറും ഒന്ന്. അങ്ങനെ ബബിതയുടെ അടുത്ത് നിന്നിട്ട്, അതെ നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? അപ്പൊ പറയുന്നു, ഞാൻ പഠിക്കണു, എന്റെ അമ്മയ്ക്ക് കണ്ടുകൂടെയെന്ന് ബബിത ചോദിക്കുന്നു. അല്ല, നീ ബുക്ക് നോക്കി വെറുതെ ഇരിക്കണേണല്ലോ, വായിക്കണൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ മനസ്സിൽ പഠിച്ചോണ്ടിരിക്കാം. പിന്നെ പഠിച്ചോണ്ടിരിക്കണു എന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഇന്ന് ഓഫീസിൽ പോണം, നീ ഒന്ന് അടുക്കളയിലോട്ട് വന്നേ. അയ്യോ, ഞാൻ എന്തായാലും അടുക്കളയിൽ കയറണില്ല. അമ്മ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും അടുക്കളയിൽ കയറണ്ട, നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചോ എന്നൊക്കെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു, ഇനി അമ്മ തന്നെ അങ്ങ് ചെയ്താൽ മതി. അതെ, ഇന്ന് സർവന്റ് വന്നിട്ടില്ല സുനിത, അതുകൊണ്ട് നിങ്ങക്ക് ഫ്രീ ആണെങ്കിൽ ഒന്ന് കയറെന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, അമ്മ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് ബബിത പറയണട്ടോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പം വൈജയന്റെ അടുക്കളയിൽ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടെ ചെന്ന് അടുക്കളയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ അടുക്കളയിൽ നിന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബബിതയും കൃഷ്ണയും കൂടെ. ആ സമയത്ത് നമ്മുടെ രോഹിത് വന്നു. രോഹിത് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഇന്ന് സർവന്റ് വന്നിട്ടില്ല, അതുകൊണ്ട് മാഡം തന്നെയാണ് അടുക്കളയിലെ കുക്കിംഗ് ഒക്കെയും തോന്നണു എന്ന് പറഞ്ഞു. അങ്ങനെ ബബിതയും രോഹിത്തും കൂടെ ഒക്കെ എന്തോ കൃഷ്ണമോളും ഒക്കെ ആയിട്ട് അവരെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോള് സ്കൂളിൽ പോകണമല്ലോ, കുളിക്കാനായിട്ട് പോകണം. അപ്പം ബബിതയും നമ്മുടെ രോഹിത്തും കിച്ചണിൽ നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി വരെയാണ്. വൈജയന്തി വന്നിട്ട് ചോദിച്ചു, എടാ നിനക്ക് എന്താടാ ഇവിടെ കാര്യം? നീ എപ്പോ നോക്കിയാലും ഈ അടുക്കളയിൽ തന്നെയല്ലോ, നീ ഒരാണല്ലേ, നീ കയറി പോയെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ രോഹിത്തിനെ വൈജയന്തി അങ്ങോട്ട് ഓടിക്കാണ്. രോഹിത്ത് ഒന്നും മിണ്ടാൻ നിന്നില്ല. ഇനി ഞാനായിട്ട് മിണ്ടിയെന്നും പറഞ്ഞ് ഇനി ഇവിടെ അടുത്ത വഴക്കും വയ്യാവലിയൊന്നും ഉണ്ടാകണ്ട. രോഹിത്ത് മിണ്ടാണ്ട് അങ്ങ് കയറി പോവാട്ടോ. ഈ സമയം ബബിതയുടെ അടുത്ത്, ഞെടി നീ ഒരു പ്രായപൂർത്തിയായ പെണ്ണല്ലേ? അതെ, അതിനെന്താ അമ്മേ? അതെ, നിനക്ക് നാണുണ്ടോ?
കുറച്ചൊക്കെ ഒരു അകലം പാലിച്ചൊക്കെ നിന്ന് ആമ്പിള്ളേരെ കൂടെ സംസാരിക്കണ്ടേ? ഒരു വിധവും ഇതില്ല, വീണ്ടും വിചാരവും ഇല്ലാത്തൊരു പെണ്ണ് എന്ന് പറഞ്ഞ് ബബിത വഴക്കൂറുണ്ട്. അപ്പം ബബിത എന്തോ പോലെ ആവാണ്. അമ്മ ഇത് ആരെ കാര്യം പറയണേ? അത് രോഹിത്തിന്റെ കൂടെ പ്രായപൂർത്തിയായ പെൺപിള്ളേരെ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉത്തരവാദിത്തം കാണിക്കുന്നത്. ബബിതയ്ക്ക് എന്തോ പോലെ ആയി പോകുന്നു കേട്ടോ. അങ്ങനെ ബബിത ചോദിച്ചു, അല്ല അമ്മ കൈതക്കൽ മാളിക വീട്ടിൽ പോകുമ്പോ ശിവനങ്കിളിന്റെ അടുത്തും രാജീവ് അങ്കിളിന്റെ അടുത്തും ഗംഗാധരൻ അങ്കിളിന്റെ അടുത്തും ഒക്കെ ഇത്ര മീറ്റർ അകലം പാലിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നീ എന്നോട് തർക്കുത്തരം പറയാറായോ ബബിതേ? ഞാൻ പറയണത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അമ്മേ, രോഹിയേട്ടൻ എന്റെ ബ്രദറാ, അത് അമ്മ ആലോചിക്കണം. എന്റെ ആങ്ങളയുടെ അടുത്ത് എങ്ങനെ മിണ്ടണം മിണ്ടാതിരിക്കണമെന്നൊന്നും അമ്മ എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ചിന്തിച്ച് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ്. ഒന്നും മിണ്ടാനും പാടില്ല, പറയാനും പാടില്ല. പറഞ്ഞ രണ്ട് പെൺപിള്ളേരും തലേ കേറി നിരങ്ങും അമ്മാതിരി എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ കിടന്ന് ഇതാവേണം കേട്ടോ. ബബിതയ്ക്ക് ആകെ അടിയേറ്റ് കണക്കാവേണ്. ബബിതയ്ക്ക് വല്ലാത്തൊരു വിഷമായി പോയി. കാരണം രോഹിത്തിനെ ചേർത്ത് അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അമ്മയ്ക്ക് ഇങ്ങനെ സംശയിച്ചൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? നമ്മൾ കൂടപ്പിറപ്പുകളല്ലേ, ഞങ്ങളെ തമ്മിൽ അമ്മ തെറ്റിക്കാനാണോ നോക്കണേ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിപ്പോയി. അങ്ങനെ കൃഷ്ണമോള് ബബിതയുടെ അടുത്ത് ചെല്ലണ, എന്നെ എന്ത് പറ്റി ബബിത ചേച്ചി എന്നൊക്കെ പറയണം. ഒന്നുമില്ല, അമ്മ എൻ്റെ അടുത്ത് രോഹിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ അകലം പാലിക്കണമെന്ന്. ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ. അപ്പം കൃഷ്ണമോള്, ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മ ദിവസേന ചെല്ലും തോറും എന്താ ഈ മന്ദബുദ്ധി ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ മൈൻഡ് പോലും അമ്മയ്ക്ക് എന്താ പറയണേന്നോ എന്താ ചിന്തിക്കണേന്നോ എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ടായോ? ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും അമ്മയായിട്ട് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ബബിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അന്നേ ദിവസം നമ്മുടെ അലീന നമ്മുടെ ബബിതയെ ഒന്ന് വിളിക്കാനുണ്ടോ. അങ്ങനെ ബബിത അലീനയായിട്ട് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അലീന വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കണേ, നമ്മുടെ മാഡം എന്തേ, കൃഷ്ണമോൾ എന്തേ, അച്ഛനൊക്കെ എന്തെടുക്കണോ, രോഹിത്, അങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളും ബബിതയോട് ചോദിക്കുകയാണ്. അപ്പൊ ബബിത ഓരോന്നും പറയാനുണ്ട്. അപ്പൊ ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ ബബിത പറയണ്. ഇങ്ങനെ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ വന്നിട്ട് അമ്മ വല്ലാത്ത ഒരു ഇതൊക്കെയായിരുന്നു. എന്റെ അച്ഛനുമായിട്ടൊക്കെ ദേഷ്യപ്പെട്ടു. ഞങ്ങളും ഇടയ്ക്കൊക്കെ എന്തോ പറഞ്ഞു അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞു. ഇന്ന് സർവന്റ് വന്നിട്ടില്ല, ഞങ്ങളുടെ അടുത്ത് കിച്ചണിലേ കയറണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങളിരുന്ന് പഠിച്ചു. എന്നിട്ട് ഞങ്ങളെ കിച്ചണിൽ കയറാൻ വേണ്ടി വന്ന് വിളിച്ചു. പക്ഷെ ഞങ്ങളെ പോവാനൊന്നും കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയണു. എന്നിട്ട് രോഹിത്തിന്റെ അടുത്ത് സംസാരിക്കുമ്പോ ഞാൻ അകലം പാലിച്ച് നിൽക്കണമെന്ന്. എനിക്കത് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തു അലീന ചേച്ചി. എന്തോ വല്ലാത്തൊരു വിഷമമായിരുന്നു. അമ്മ എന്താ ഇങ്ങനെയൊക്കെ, എന്താ ഈ അമ്മ എന്തൊക്കെ പറയണെന്നോ ചിന്തിക്കണേന്നോ ഒന്നുമില്ല. അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് നിന്നിട്ട് അലീന പറഞ്ഞു, അതൊന്നും സാരമില്ല, അമ്മ എന്ത് വേണം പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേക്കണേ? അമ്മ എന്ത് എതിർത്ത് പറഞ്ഞാലും നിങ്ങളൊന്നും കേട്ടില്ല കണ്ടില്ല എന്നങ്ങും പറഞ്ഞാൽ മതി. ചോദിക്കുന്നതിന് മറുപടി പറയാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എതിർത്തായിട്ടൊന്നും പറയാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ബബിതയ്ക്ക് വിഷമമാവണം. അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ബബിതയുടെ കണ്ണ് നിറയുന്നുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവണം. അങ്ങനെ അലീന കുറേ നേരം ബബിതയായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുവിധം ഇതാക്കി കൊടുക്കാനായിട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി നമ്മുടെ അവധക്കുട്ടി ചായനുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാനും അലീനയെ കൂട്ടിക്കൊണ്ട് എന്തായാലും ഒരു പുറത്തൊരു ട്രിപ്പ് പോകണം, എന്തായാലും ഒരു ലോങ് ട്രിപ്പ് പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അവൾക്ക് എല്ലാ സന്തോഷം, അവൾ ഇനി ഈ ലോകത്ത് കാണാത്തതായിട്ട് ഒന്നും ഉണ്ടാവരുത്. അവൾക്ക് അവളുടെ കുഞ്ഞുനാളിൽ കിട്ടാത്ത സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് അവൾക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഔദക്കുട്ടി ചായന്റെ അടുത്തൊക്കെ പറയണം കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ ഏകദേശം പ്രൊമോയിൽ വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തിയായിട്ട് ഒരുപാട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഈ വൈജയന്തി ഒന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല, എല്ലാത്തിലും അങ്ങോട്ട് ഇടിച്ചു കയറി ഓരോ പ്രശ്നങ്ങളും വീട്ടിലുണ്ടാക്കുകയാണ്. മക്കളായിട്ടാണെങ്കിലും ശരി, ബാലചന്ദ്രനായിട്ടാണെങ്കിലും ശരി, എത്രത്തോളം മാക്സിമം ഒഴിഞ്ഞു മാറാൻ പറ്റും അതനുസരിച്ച് ബാലചന്ദ്രനും മാറുന്നുണ്ട്. മക്കൾ മൂന്നുപേരും അവരും ഒന്നിനും പോകണ്ട, അമ്മയുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിന്നോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വൈജയന്തി നെടുമ്പുരയ്ക്കൽ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനി
ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി വരും എപ്പിസോഡുകളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. വൈകിട്ട് 6 മണിക്ക് തന്നെ നമ്മുടെ നാളത്തെ സാന്ത്വനം 2ന്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ വരുന്ന ഈ വീഡിയോസും ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം നിങ്ങൾക്ക് സമയത്തിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ കമന്റുകൾ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ്, അതിന് ഞാൻ ഇന്ന് എൻ്റെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു പ്രൊമോ പറയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ആളുടെ ഇതിൽ ഞാൻ ആ വീഡിയോ കേട്ടപ്പോൾ അത് വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞെങ്കിലും, അതായത് കമന്റ് ഇട്ടേക്കുന്നത് അത് ആരാണെന്ന് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു തെറിവാക്കും കൂടെ പറഞ്ഞു. എനിക്കും അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. കാര്യം വേറൊന്നുമല്ല, പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ ഈ സീരിയൽ പ്രൊമോ ഇടുന്നത് ഇങ്ങനെ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, വോയിസ് കൊടുത്താൽ പോരെ എന്നുള്ളത്. പക്ഷേ ഏത് ജോലിക്കും അതിൻ്റെതായ എഫേർട്ടുകൾ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു വീഡിയോ പിടിക്കുക, അത് മനസ്സിലാക്കി അതിന്റെ പ്രൊമോ കിട്ടി, അത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അത് നമ്മളൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് ഇടുക എന്ന് വെച്ചാൽ ചെയ്ത് നോക്കിയവർക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു പണിയല്ല, വെറുതെ ഇരുന്ന് ചെയ്യുന്ന ഒരു സംഭവമൊന്നും അല്ല. അത് ചെയ്തവർക്ക് അതിന്റെ എഫേർട്ട് എത്രയാണെന്നുള്ളത് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ തെറി, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഒരാളെ തെറി പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും വിവരം ഉള്ള ആൾക്കാരായിരിക്കും. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യൂസുകളുണ്ട്. നമുക്കത് മതി നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ, അല്ലെ? ഇപ്പൊ എൻ്റെ എന്നല്ല, ഏത് യൂട്യൂബറിന്റെ ആണെങ്കിലും ആ ചാനൽ മുന്നോട്ട് പോകാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ മാക്സിമം ഇങ്ങനത്തേക്കുള്ള ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാണ്ട് മാക്സിമം ഒന്ന് നോക്കാട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കാരണം ഞാനും ഒരു ചെറിയ ചാനലായിട്ട് മുന്നോട്ട് പോകുന്ന ആള് തന്നെയാണ്. അപ്പൊ നമ്മളെ അതേ ഇതിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഒരു ഇത് വന്നതിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.